ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇതാ 2, 3, 4 മുരിങ്ങക്കായി ഒക്കെ പിടിച്ചിട്ട് നിൽക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കാമ്പെടുത്തിട്ട് നമുക്കൊരു അടിപൊളി ഒരു തോരൻ ഉണ്ടാക്കാം. ഇതിൻ്റെ കൂടെ ഞാനൊരു സാധനം കൂടെ ചേർക്കുവേ. എന്താണെന്നൊക്കെ കാണിച്ചു തരാം, വായോ. ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ പൊളന്നെടുത്തിട്ട് കാമ്പെല്ലാം വടിച്ചിങ്ങെടുക്കാം. വാ, പകുതി കണ്ടിങ്ങനെ എടുത്തിട്ട് മുറിച്ചെടുത്തിട്ടേ ഇങ്ങനെ കാമ്പ് ഇങ്ങനെ ചുരണ്ടി എടുത്താൽ മതി. കണ്ടോ, സ്പൂൺ വെച്ചിട്ട് അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടും. നമ്മുടെ മുരിങ്ങയ്ക്കയുടെ ഉള്ളിലത്തെ കാമ്പൊക്കെ ചീകി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇടുന്നത് എന്നാണെന്നറിയോ? ചെമ്മീനാണ്. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ പോയപ്പോൾ കിട്ടിയതാണ്. ഇങ്ങനെ ചെമ്മീൻ്റെ പരിപ്പ് ഉണക്കയാണ്, ഉപ്പിലിട്ടാണ്. പക്ഷെ നന്നായിട്ട് ഉപ്പ് കളഞ്ഞ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇപ്പം മാർക്കറ്റിലുണ്ട്. നമുക്ക് ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഒരു തോരനെ. ഇതാ ഒരു പാനൊക്കെ അടുപ്പ് വെച്ചു. ഇനി സ്റ്റൗ ഒക്കെ ഒന്ന് ഓൺ ചെയ്യാവേ. പാൻ ചൂടായപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ. കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടട്ടെ. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പം നമ്മൾ അതിനകത്തോട്ട് ഇതാ കുറച്ച് വെളുത്തുള്ളി ഇട്ട് ചതച്ചത്, കുറച്ച് ചെറിയുള്ളി ചതച്ചത്, ഇതാ പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ള 2 പച്ചമുളകാണ് എടുത്തേക്കുന്നത്, കുറച്ച് കറിവേപ്പില, ഉപ്പൊരു നുള്ള ചേർത്തേക്കുന്നത്. ഉപ്പുമീൻ ആയതുകൊണ്ട് തന്നെ ഈ മസാലയ്ക്ക് വേണ്ടുന്ന മാത്രം ചേർത്താൽ മതി. വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം കേട്ടോ. ഈ ചെമ്മീനകത്തുനിന്ന് ഉപ്പ് ചിലപ്പോൾ ഇറങ്ങും. അതുകൊണ്ട് ഇതാ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയുടെ കാമ്പ് അതും ചേർത്തു. ഇനി ഇതാ ഈ ചെമ്മീനുണ്ടല്ലോ, നല്ലപോലെ ഉപ്പ് കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുത്ത ചെമ്മീനാണ് കേട്ടോ. ഇതൊന്നിട്ട് കൊടുത്തു. ഇതിലേക്ക് നമുക്കൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണേ. ഒരു പിഞ്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് എന്നിട്ടല്ലേ ഇത് നന്നായിട്ട് മൂടി അവിടെ വെച്ചേക്കുക. ചെറുതീയിലിരുന്ന് വെന്തോട്ടെ. നമ്മുടെ ചെമ്മീനും മുരിങ്ങയുടെ കണ്ടോ കാമ്പും കൂടെ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടെ ഒന്ന് നല്ലപോലെ മൂടി വെച്ച് ഒന്ന് ആവി കയറി സെറ്റായിക്കോട്ടെ. നമ്മുടെ തോരൻ എന്തായെന്ന് നോക്കണ്ടേ? ഇതാ ഇനി ഉപ്പ് നമ്മൾ കുറച്ചായിട്ടിരുന്നേ. ഉപ്പുമീനായതുകൊണ്ട് ഒന്ന് നോക്കാവേ ഉപ്പുണ്ടോന്ന്. അധികം ഉപ്പുള്ള മീനല്ല കേട്ടോ. കുറച്ച് തോരന് ഇച്ചിരി ഉപ്പും കൂടെ ആവശ്യമുണ്ട്. മൂടി വെച്ച് ഒറ്റ ആവിയും കൂടെ കീർക്കട്ടെ. തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെമ്മീൻ്റെ പരിപ്പൊന്നും കിട്ടിയില്ല എങ്കിൽ ഉണക്കച്ചെമ്മീൻ ഇട്ടാണ് തോരൻ വയ്ക്കുക കേട്ടോ. അപ്പം അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിപ്പോൾ എനിക്ക് ഇന്ന് മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ ചെമ്മീൻ്റെ പരിപ്പ് തന്നെ കിട്ടിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. പക്ഷെ പച്ച ചെമ്മീനും ഇട്ടുണ്ടാക്കാം, ഉണക്ക ചെമ്മീനും ഇട്ടുണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് ഇല്ല എന്ന് ഓർത്തിട്ട് ഉണ്ടാക്കാതിരിക്കരുത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കിയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. ഇല്ല എങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോ, സൂപ്പറാ. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് പതിയെ ഓഫ് ചെയ്യാവേ. അങ്ങനെ നമ്മുടെ മുരിങ്ങയ്ക്ക ചെമ്മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാമ്പ്, മുരിങ്ങയ്ക്കയുടെ കാമ്പ്
അപ്പം ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കിയവരാണെങ്കിൽ ഇങ്ങനെയാണോ ഉണ്ടാക്കിയതെന്നും കൂടെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.